മഹാനായ മാട്ടൂൽ തങ്ങളെ സിയാറത്ത് ചെയ്യാനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ കടലോര പ്രദേശമായ മാട്ടൂലിലാണ് മാട്ടൂൽ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. കണ്ണൂർ ടൗണിൽ നിന്നും 20 കിലോമീറ്ററാണ് മാട്ടൂലിലേക്കുള്ളത്. ഞാൻ യാത്ര ആരംഭിച്ചു. താജുൽ ഉലമ ഉള്ളാൾ തങ്ങളുടെ പ്രമുഖ ശിഷ്യന്മാരിൽ ഒരാളായ മാട്ടൂൽ തങ്ങൾ വടക്കേ മലബാറിൻ്റെ ആത്മീയ രംഗത്ത് നിറസാന്നിധ്യമായിരുന്നു. എൻ്റെ ചെറുപ്രായം മുതൽ ഒരു പണ്ഡിതൻ എന്ന നിലയിൽ മാട്ടൂൽ തങ്ങളെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ടെങ്കിലും ഈ അടുത്ത് കൊന്നാര മഖാമിൻ്റെ വീഡിയോ ചെയ്യുമ്പോഴാണ് കൂടുതൽ വായിക്കാൻ കഴിഞ്ഞത്. ഞാൻ മാട്ടൂലിലെത്തി. ഇതാണ് മാട്ടൂലിലെ സുന്നി കേന്ദ്രമായ മൻശഉ തസ്കിയത്തി സുന്നിയ. മഹാനവരുകൾ നട്ടുനനച്ച് വളർത്തിയ സ്ഥാപനമാണിത്. ഇതിൻ്റെ മുറ്റത്താണ് വന്യരായ മാട്ടൂൽ തങ്ങൾ സുഹൃതങ്ങളുടെ കുളിർക്കാറ്റേറ്റ് സൗമ്യമായി ഉറങ്ങുന്നത്. ഹിജറ വർഷം 1369 റമളാൻ 25-നാണ്, അഥവാ 1950 മെയ് 5-നാണ് മാട്ടൂൽ തങ്ങൾ ജനിക്കുന്നത്. ഏഴിമല വലിയ തങ്ങൾ എന്നറിയപ്പെടുന്ന രാമന്തളി സയ്യിദ് ഹാമിദ് കോയമ്മ തങ്ങളുടെ മൂത്ത മകൻ സയ്യിദ് മുഹമ്മദ് കുഞ്ഞിക്കോയ തങ്ങൾ അൽ ബുഖാരിയാണ് പിതാവ്. സയ്യിദത്ത് ഷെരീഫ മുത്തു ബീവിയാണ് മാതാവ്. കൊഞ്ഞുള്ള ഉപ്പാപ്പ എന്നറിയപ്പെടുന്ന സയ്യിദ് അഹ്മദുൽ ബുഖാരിയുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് മഹദി. സയ്യിദ് ഹാമിദ് കോയമ തങ്ങൾ അൽ ബുഖാരി എന്നാണ് പൂർണ്ണനാമം. ലിയാ ഉൽ മുസ്തഫ എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്നു. പിതാവിൻ്റെ നാടായ രാമന്തളിയിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. ശേഷം പിതൃവ്യനായ സയ്യിദ് ത്വാഹ തങ്ങൾ, കടമ്പേരി ഇബ്രാഹിം മുസ്ലിയാർ എന്നിവർക്ക് കീഴിൽ ദർസ് പഠനം ആരംഭിച്ചു. തുടർന്ന് ഉള്ളാൾ ജുമുഅ മസ്ജിദിൽ താജുൽ ഉലമയുടെ ദർസിൽ ചേർന്നു. 5 വർഷമാണ് അവിടെ പഠിച്ചത്. 1973 ഉള്ളാൾ സയ്യിദ് മദനി അറബി കോളേജിൽ നിന്നും പ്രഥമ ബാച്ചിലെ മദനി ബിരുദം നേടി പുറത്തിറങ്ങി. താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ, തായക്കോട് അബ്ദുള്ള മുസ്ലിയാർ, ഇമ്പിച്ചാലി ഉസ്താദ്, അഹ്മദ് ബാവ മുസ്ലിയാർ, ബൈത്താൻ മുഹമ്മദ് മുസ്ലിയാർ എന്നിവരാണ് ഉസ്താദുമാർ. സയ്യിദ് KS ആറ്റക്കോയ തങ്ങൾ കുമ്പോൽ, സയ്യിദ് ചെറുകുഞ്ഞി തങ്ങൾ കൊന്നാര്, മഞ്ഞനാടി അബ്ബാസ് മുസ്ലിയാർ, ബേക്കൽ ഇബ്രാഹിം മുസ്ലിയാർ, പുറത്തിയിൽ ഹാമിദ് മുസ്ലിയാർ, കൊട്ടില ഹുസൈൻ മുസ്ലിയാർ, മാണി അബ്ദുൽ ഹമീദ് മുസ്ലിയാർ, മിത്തൂർ ഇബ്രാഹിം മുസ്ലിയാർ എന്നിവർ തങ്ങളുടെ സഹപാഠികളാണ്. കാസർഗോഡ് ജില്ലയിലെ ദേലമ്പാടിയിലാണ് മാട്ടൂൽ തങ്ങൾ ആദ്യമായി ദർസ് അധ്യാപനം ആരംഭിക്കുന്നത്. 9 വർഷത്തിന് ശേഷം കണ്ണൂർ ജില്ലയിലെ പുളിങ്ങോം എന്ന സ്ഥലത്തേക്ക് ദർസ് മാറി. നീണ്ട 14 വർഷത്തിന് ശേഷം 1996 മുതൽ മരണം വരെ മൻഷഇൻ്റെ അമരക്കാരനായി നിലകൊണ്ടു. മിതഭാഷിയായ മാട്ടൂൽ തങ്ങൾ തികഞ്ഞ ലാളിത്യത്തോടെയാണ് ജീവിതം നയിച്ചത്. സൗമ്യതയായിരുന്നു അവിടത്തെ പ്രത്യേകത. പാണ്ഡിത്യത്തിൻ്റെ നിറവിലും സാധാരണക്കാരോട് ഇടപഴകിയായിരുന്നു ജീവിതം. എല്ലാവരോടുമുള്ള സമീപനത്തിൽ സൂക്ഷ്മത പുലർത്തിയ സയ്യിദ് അവരുകൾ കൂടുതലായി ഇബാദത്തുകളിൽ മുഴുകാനും ശ്രദ്ധിച്ചു. 1982 സമസ്ത അവിഭക്ത കണ്ണൂർ ജില്ലാ മുഷാവറയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടെ പ്രാസ്ഥാനിക രംഗത്ത് സജീവമായ അദ്ദേഹം സുന്നി പ്രവർത്തകർക്ക് ധൈര്യവും അഭയവുമായിരുന്നു. 2011 സമസ്ത കേന്ദ്ര മുഷാവറ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട മഹാനവരുകൾ കൻസുൽ ഉലമ ചിത്താരി ഉസ്താദിൻ്റെ വിയോഗത്തെ തുടർന്ന് കണ്ണൂർ ജില്ലാ സംയുക്ത ഖാളിയായി ചുമതലയേറ്റു. ഇസ്ലാമിക സംഘാടനവും പ്രബോധനവും എന്ന പോലെ
മതഭൗതിക വിദ്യാഭ്യാസ പ്രവർത്തന രംഗത്തും ശ്രദ്ധേയമായ നേതൃത്വമാണ് തങ്ങളുടേത്. മാട്ടൂൽ മൻഷഉ തസ്കിയത്തി സുന്നിയയുടെയും തൃക്കരിപ്പൂർ മുജമ്മഉൽ ഇസ്ലാമിയയുടെയും ധീരസാരഥ്യവും അതിനുവേണ്ടിയുള്ള അധ്വാനവും ഇതിൻ്റെ തെളിവാണ്. ആദർശരംഗത്ത് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് അവിടുന്ന് സ്വീകരിച്ചത്. മതം പറയുന്നതിൽ ആരെയും ഭയപ്പെട്ടില്ല. മതവിധികൾ ആർക്കൊപ്പിച്ചും പറഞ്ഞിട്ടില്ല. സത്യത്തിനു വേണ്ടി എന്നും നിലകൊണ്ടു. സമസ്തയുടെ പിളർപ്പിനെ തുടർന്ന് പണ്ഡിതന്മാർ രണ്ട് പക്ഷത്തായപ്പോൾ തൻ്റെ ഉസ്താദു കൂടിയായ താജുൽ ഉലമയുടെ കൂടെ ഉറച്ചു നിന്നു. അപ്പോഴും താൻ സേവനം ചെയ്ത പ്രദേശത്ത് എല്ലാവരെയും യോജിപ്പോടെ മുന്നോട്ട് നയിക്കാൻ പ്രത്യേകം ശ്രദ്ധ കാണിച്ചു. ഹിജറ വർഷം 1441 റമളാൻ 9 അഥവാ 2020 മെയ് 2 മഹാനവരുകൾ വഫാത്താകുന്നത്. അള്ളാഹു മഹാൻ്റെ ദറജ ഉയർത്തട്ടെ. ആമീൻ.